I couldn't sleep. പിന്നെ നിന്നെ തട്ടിക്കളയും, നിന്നെ കൊന്നുകളയും. എൻ്റെ ജീവൻ നഷ്ടപ്പെടുമെന്ന് ആശങ്കപ്പെടുന്നവരോട് പിണറായിക്ക് എന്നോടുള്ളത് ഈ പേഴ്സണൽ വെൻഡേറ്റ എന്നെ ഇല്ലാതാക്കാനുള്ള എല്ലാ ശ്രമങ്ങളും നടത്തും എന്നുള്ളത് ഉറപ്പാണ്. കഴിഞ്ഞ 20 വർഷക്കാലമായി ഞാൻ നടത്തിക്കൊണ്ടിരിക്കുന്നത് പാർട്ടി എന്ന് പറയുന്ന സംവിധാനം സമം പിണറായി വിജയനാണ്. ഞാനത് പലപ്പോഴും പറഞ്ഞിട്ടുണ്ട്. നമസ്കാരം, മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം ശ്രീ കെ എം ഷാജഹാൻ. അങ്ങ് ചില അഭിമുഖങ്ങളിലൊക്കെ പറഞ്ഞു കേട്ടു, അടുത്ത ഗവൺമെൻറ് പിണറായി വിജയൻ്റേതായാൽ ഒരുപക്ഷെ ഞാൻ കൊല്ലപ്പെട്ടേക്കാം. എന്താണ് പിണറായി വിജയൻ സർക്കാരിനോട് ഇത്ര വലിയ ഒരു പക? അതല്ല, പിണറായി വിജയൻ എന്ന ഭരണാധികാരിയോടാണോ വ്യക്തിയോടാണോ അങ്ങയുടെ ഈ എതിർപ്പുകൾ? എന്താണ് ഇതിൻ്റെ പിന്നിൽ? അല്ല സുഹൈമാൻ, ഇതിനകത്ത് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, അങ്ങനെ അങ്ങ് പറഞ്ഞിരുന്നോ ഞാൻ കൊല്ലപ്പെടാം? അല്ല, അങ്ങനെ ഞാൻ പറഞ്ഞിരുന്നു എന്നുള്ളത് മാത്രമല്ല, ഞാൻ നിരന്തരം അത് പറയാറുണ്ട് എന്നുള്ളതാണ്. അതിന് തുടക്കുന്നതിന് മുമ്പ് ചെറിയ അനുഭവം ഞാൻ പറയാം. ഒരു SV പ്രദീപ് എന്ന് പറഞ്ഞ നമ്മുടെയൊക്കെ സുഹൃത്തായിട്ടുള്ളൊരു മാധ്യമപ്രവർത്തകൻ ഒരു ദിവസം ലോറി കയറി മരിക്കുകയുണ്ടായി. ആ മരിച്ച സമയത്ത് അന്ന് വൈകിട്ട് ഞാൻ CP ജോണിൻ്റെ വീട്ടിലിരിക്കുകയായിരുന്നു. എൻ്റെ അടുത്ത സുഹൃത്താണ് CP ജോൺ. അപ്പോൾ അന്ന് ഫോണിൽ ചാർജ് തീർന്നു. വീട്ടിൽ ചെന്ന് നോക്കുമ്പോൾ ഏതാണ്ടൊരു 50ഓളം വാട്സപ്പ് മെസ്സേജുകൾ എനിക്ക് വന്നിരിക്കുകയാണ്. ആ വന്നിരിക്കുന്നതിലെല്ലാം പറയുന്നത് ഷാജഹാനെ സൂക്ഷിച്ചോണം. എനിക്ക് ഓർമ്മയുണ്ട്, RMPയുടെ നേതാവും എൻ്റെ അടുത്ത സുഹൃത്തുമായിട്ടുള്ള KK രമ, അവർ വിതുമ്പിക്കൊണ്ടാണ് എന്നോട് പറഞ്ഞത്, ഷാജഹാനെ എനിക്ക് ഭയമാകുന്നു എന്നാണ് അവരെന്നോട് പറഞ്ഞത്. കാഞ്ഞങ്ങാട് നിന്നൊരു ആൾ വിളിച്ചിട്ട് ആദ്യമായി എന്നെ പരിചയപ്പെടുന്ന ആളാണ്. അയാൾ എന്നോട് പറഞ്ഞു, സാറേ ഭയം തോന്നുന്നു സാർ, ഞാൻ എല്ലാ ദിവസവും പത്രം എടുത്ത് 1-ാം പേജിൽ സാറിൻ്റെ പടമുണ്ടോ എന്നാണ് ഞാൻ നോക്കുന്നത് എന്നാണ് ഒരു ഷാജി എന്ന് പറഞ്ഞ എൻ്റെ സുഹൃത്ത് കാഞ്ഞങ്ങാട് എന്ന് വിളിച്ചു. കണ്ണൂരിന് 70 വയസ്സ് പ്രായമുള്ള ഒരു മനുഷ്യൻ, അദ്ദേഹം ആർമിയിൽ നിന്ന് കണ്ട് റിട്ടയർ ചെയ്താണ് എന്നാണ് എനിക്ക് തോന്നുന്നത്. എന്നോട് പറഞ്ഞു, ഷാജഹാൻ ഐ കുഡൻറ്റ് സ്ലീപ്പ് യെസ്റ്റർഡേ തിങ്കിങ് ഓഫ് യു എന്നാണ് പറഞ്ഞത്. എൻ്റെ വേറൊരു സുഹൃത്തുണ്ട് PSCയിലുള്ള ഗീത എന്നോട് പറഞ്ഞു, ഷാജഹാനെ CPM കൊല്ലാൻ തുടങ്ങി, ഇനി അടുത്തത് നിങ്ങളായിരിക്കും എന്നാണ് പറഞ്ഞത്. ഏതാണ്ടൊരു 50ഓളം ആളുകൾ, അതിൽ തന്നെ ഒരു നല്ല ശതമാനം ആളുകൾ എനിക്ക് പരിചയമില്ലാത്ത ആളുകളാണ്. ചുരുക്കത്തിൽ ആ 1-2 ദിവസങ്ങളിൽ ഒരു 10-200 പേരാണ് എന്നെ പല ദിക്കിൽ നിന്നും വിളിച്ചത്. അതിൽ തന്നെ ഞാൻ പറഞ്ഞല്ലോ, ബഹുഭൂരിപക്ഷവും എന്നെ അറിയാത്ത ആളുകളാണ്. അപ്പോൾ സ്വാഭാവികമായും പൊതുമണ്ഡലത്തിൽ എൻ്റെ ജീവൻ അപകടത്തിലാണ് എന്നുള്ളൊരു തോന്നലുള്ളത് കൊണ്ടാണല്ലോ അവരങ്ങനെ വിളിക്കുന്നത്. ഞാൻ അതിനെ തുടർന്ന് എൻ്റെ ഫേസ്ബുക്ക് പേജിൽ എൻ്റെ ജീവൻ നഷ്ടപ്പെടുമെന്ന് ആശങ്കപ്പെടുന്നവരോട് എനിക്ക് പറയാനുള്ളത് എന്ന് പറഞ്ഞുകൊണ്ട് ഫേസ്ബുക്കിൽ ഞാനൊരു വീഡിയോയും കൂടി ഞാനന്ന് ചെയ്തത് ഞാൻ ഓർക്കുന്നു. അപ്പോൾ ഞാൻ സ്വയം പറഞ്ഞ ചോദ്യത്തിലേക്ക് ഞാൻ വരാം. പ്രഥമമായി എനിക്ക് പറയാനുള്ള ഒരു കാര്യം എന്ന് പറയുന്നത്, പിണറായി വിജയൻ എന്ന് പറയുന്ന വ്യക്തിയോട് എനിക്ക് ഒരു അഭിപ്രായ വ്യത്യാസവുമില്ല എന്നാണ്. അത് ഞാൻ പറയാൻ കാരണം എന്ന് പറഞ്ഞാൽ, കേരളത്തിൽ ഇന്ന് ജീവിച്ചിരിക്കുന്നവരിൽ ഏറ്റവും വലിയ പിണറായി വിരുദ്ധൻ ആണ് ഈ സോയിമോൻ്റെ മുമ്പിലിരിക്കുന്ന ഈ KM ഷാജഹാൻ എന്നുള്ള ഞാൻ എന്നുള്ളത് കൊണ്ടാണ് ഞാൻ അർത്ഥശങ്കയ്ക്കിടയില്ലാത്ത വിധം ഇവിടെ പറയുന്നത്. പിണറായി വിജയൻ എന്ന് പറയുന്ന വ്യക്തിയോട് KM ഷാജഹാന് ഒരു വിരോധവും വ്യക്തിപരമായി ഇല്ല എന്ന് പറയുമ്പോൾ, എൻ്റെ ജീവിതത്തിൽ എനിക്ക് വ്യക്തിപരമായി ഒരാളോടും ഒരു പകയോ വിരോധമോ എതിർപ്പോ പ്രതിഷേധമോ ഇല്ല എന്ന് പറയാൻ വേണ്ടിയാണ്. വ്യക്തിപരമായി എനിക്ക് എൻ്റെ ജീവിതത്തിൽ ഒന്നുമില്ല. എന്നെ അടിമുടി നയിക്കുന്നത് രാഷ്ട്രീയമാണ്. അടിമുതൽ മുടി വരെ, ഇംഗ്ലീഷിൽ പറഞ്ഞാൽ ലോക്ക് സ്റ്റോക്ക് ആൻഡ് ബാരൽ എന്ന് പറയുവാണെങ്കിൽ അങ്ങനത്തെ ഒരു രാഷ്ട്രീയ ജീവിയാണ്, ഒരു പൊളിറ്റിക്കൽ ബീയിങ് ആണ് ഞാൻ. എന്നെ നയിക്കുന്നത് അടിമുടി രാഷ്ട്രീയമാണ്. സ്വാഭാവികമായും ഒരു കമ്മ്യൂണിസ്റ്റുകാരനായിട്ടുള്ള എന്നെ നയിക്കുന്ന രാഷ്ട്രീയത്തിൽ എൻ്റെ ഏറ്റവും വലിയ എതിരാളി എന്ന് പറയുന്നത് CPMൻ്റെ പോളിറ്റ് ബ്യൂറോ മെമ്പർ എന്നുള്ള നിലയിലും കേരളത്തിലെ മുഖ്യമന്ത്രി എന്നുള്ള നിലയിലും പിണറായി വിജയനാണ്. അതാണ് എനിക്കത് ഡിഫറൻഷിയേറ്റ് ചെയ്യാനുള്ളത്. കാരണം പിണറായി വിജയൻ എന്ന് പറഞ്ഞൊരു ഇൻഡിവിജ്വൽ അല്ല എൻ്റെ സമരത്തിൽ അങ്ങേ തലക്കിൽ നിൽക്കുന്നത്. എൻ്റെ സമരത്തിൽ അങ്ങേ തലക്കിൽ നിൽക്കുന്നത് CPMൻ്റെ പോളിറ്റ് ബ്യൂറോ മെമ്പറും മുഖ്യമന്ത്രിയും. ഞാൻ എന്തുകൊണ്ടാണ് അവരെ എതിർക്കുന്നത്? CPMൻ്റെ പോളിറ്റ് ബ്യൂറോ മെമ്പർ എന്നുള്ള നിലയിലും മുഖ്യമന്ത്രി എന്നുള്ള നിലയിലും ഏറ്റവും തെറ്റായിട്ടുള്ള നയങ്ങൾ, ഏറ്റവും ജീർണിച്ച നയങ്ങൾ നടപ്പിലാക്കുന്ന ഒരു നേതാവാണ് പിണറായി വിജയൻ എന്നുള്ളത് കൊണ്ടാണ്. പക്ഷേ പിണറായി വിജയൻ എന്ന് പറഞ്ഞ വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം എനിക്കെതിരായിട്ടുള്ള അദ്ദേഹത്തിൻ്റെ നിലപാട് എന്ന് പറയുന്നത് വ്യക്തിപരമാണ് എന്നാണ് എനിക്ക് പറയാനുള്ളത്.
എനിക്ക് പിണറായിയോടുള്ളത് രാഷ്ട്രീയമായിട്ടുള്ള നിലപാട്, പിണറായിക്ക് എന്നോടുള്ളത് വ്യക്തിപരമായിട്ടുള്ള നിലപാട്. പിണറായിക്ക് എന്നോട് നിലനിൽക്കുന്നത് പകയും രോഷവും മാത്രമാണ്. ഞാനെന്ന് പറഞ്ഞ വ്യക്തിയോട്. പിണറായിക്ക് എന്നോടുള്ളത് ഈ പേഴ്സണൽ വെൻഡേറ്റ എന്ന് ഇംഗ്ലീഷിൽ പറയും, പേഴ്സണൽ വെൻഡേറ്റ. ആ പേഴ്സണൽ വെൻഡേറ്റയുള്ള കാരണം എന്ന് പറയുന്നത് അച്യുതാനന്ദൻ്റെ കാലത്ത് മുതൽ തന്നെ ലാവ്ലിൻ കേസുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഏറ്റവും സജീവമായിട്ട് ഇടപെട്ടിട്ടുള്ളത് ഞാനാണ് എന്നുള്ളതാണ്. അച്യുതാനന്ദൻ പോളിറ്റ് ബ്യൂറോയ്ക്ക് അയച്ചിട്ടുള്ള ഏതാണ്ട് ഒരു 90% കത്തും ലാവ്ലിൻ കേസുമായി ബന്ധപ്പെട്ടിട്ടുള്ളത് തയ്യാറാക്കാൻ എനിക്ക് കഴിഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ 2014 പിണറായി വിജയനെതിരെ ലാവ്ലിൻ കേസിൽ ഹൈക്കോടതിയിൽ പോയി നേരിട്ട് വാദിച്ച് അനുകൂലമായൊരു വിധി ഞാൻ മേടിക്കുകയും ചെയ്തിട്ടുള്ളൊരു വ്യക്തിയാണ്. ആ പക പിണറായി വിജയന് എനിക്കെതിരായിട്ടുണ്ട് എന്നുള്ളത് ഉറപ്പാണ്. കാരണം ലാവ്ലിൻ കേസ് മുന്നോട്ട് പോയാൽ പിണറായി വിജയൻ പാർട്ടിയിൽ നിന്ന് പുറത്തു പോകൽ മാത്രമല്ല, പിണറായി വിജയൻ വിചാരണ നേരിടുകയും ഒരു പക്ഷേ ഒരു ഓപ്ഷനാണ്, ചിലപ്പോൾ ജയിലിൽ പോകേണ്ടി വരികയും വരെ ചെയ്തേക്കാം. അതിനാസ്പദമായിട്ടുള്ള കാരണം വികസിപ്പിച്ചെടുക്കുകയും അത് മുന്നോട്ട് കൊണ്ടുപോവുകയും ചെയ്തത് ഞാനാണ് എന്നുള്ളത് കൊണ്ട് തന്നെ പിണറായി വിജയൻ എന്നോട് അടങ്ങാത്ത പകയുണ്ട് എന്നുള്ളത് എനിക്ക് 100%. കാരണം പിണറായി വിജയൻ്റെ നിലനിൽപ്പിന് മുന്നിലൊരു ചോദ്യചിഹ്നമാണ് ഞാൻ എന്നുള്ളത് കൊണ്ട് തന്നെ പിണറായി വിജയനെ ഇല്ലാതാക്കാനുള്ള എല്ലാ ശ്രമങ്ങളും നടത്തും എന്നുള്ളത് ഉറപ്പാണ്. ഒറ്റ കാര്യം കൊണ്ട് മാത്രം, അതിൻ്റെ ഏറ്റവും വലിയ പ്രതിഫലനമാണ് യാതൊരു കാരണവുമില്ലാതെ ജാമ്യം പോലും നിഷേധിച്ചുകൊണ്ട് 2017 എന്നെ 8 ദിവസം ജയിലിലാക്കിയത് എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. അങ്ങയുടേതൊരു രാഷ്ട്രീയ വൈര്യം എന്ന് വേണമെങ്കിൽ പറയാമല്ലോ. കാരണം VS അച്യുതാനന്ദൻ്റെ വലങ്കൈയായി ഈ ഇടതുപക്ഷത്തിൽ തന്നെ ഒരു സഹയാത്രികനായി നിന്ന അങ്ങ് പിന്നീട് പിണറായി വിജയനെതിരെ ഒരു യുദ്ധം പ്രഖ്യാപിക്കുന്നു. അത് ഒരു ഗ്രൂപ്പ് പോരായി തുടങ്ങിയതാണോ, അതോ അച്യുതാനന്ദന് വേണ്ടി സ്വയം ചാവേറായതാണോ, അതോ പിണറായിയോട് രാഷ്ട്രീയപരമായ എന്തെങ്കിലും എതിർപ്പുകളുടെ പേരിലായിരുന്നോ? സ്വയം ചോദിച്ചത് വളരെ പ്രസക്തമായിട്ടുള്ളൊരു ചോദ്യമാണ്. കാരണം എനിക്കെതിരെ CPM-ൻ്റെ ന്യായീകരണത്തൊഴിലാളിൽ കൊണ്ടുവരാൻ ശ്രമിക്കുന്ന ഒരു വാദമുഖമാണ് മാധ്യമപ്രവർത്തനം എന്നുള്ളതിൽ സോയ്മോൻ എന്നോട് ചോദിച്ചിട്ടുള്ളത്. അതിന് വളരെ വ്യക്തമായി ഞാനൊരു മറുപടി പറയാം. സോയ്മോൻ ഓർമ്മയുണ്ടാവും, 1998 പിണറായി വിജയൻ സംസ്ഥാന സെക്രട്ടറിയായി ചാർജ് എടുക്കുന്നത്. അന്ന് ചടയം ഗോവിന്ദൻ അർബുദ രോഗം ബാധിച്ച് മരിച്ചതിനെ തുടർന്നാണ് പിണറായി വിജയൻ ചാർജ് എടുത്തത്. ആ 98 മുതൽ CPM-ൻ്റെ ചരിത്രം സോയ്മോൻ ഒന്ന് എടുത്തു നോക്കൂ. ആ 98 മുതലാണ് CPM സമഗ്രമായി അടി മുതൽ മുടി വരെ ജീർണിച്ചത് ഈ കാലഘട്ടത്തിലാണ്. ഈ കാലഘട്ടം എന്ന് പറഞ്ഞാൽ ഏതാണ് കാലഘട്ടം? പിണറായി വിജയൻ CPM-ൻ്റെ സംസ്ഥാന സെക്രട്ടറിയായി തുടർന്നതും പിന്നീട് 5 വർഷം പിണറായി വിജയൻ മുഖ്യമന്ത്രിയുമായിട്ടുള്ള കാലഘട്ടം. അതായത് CPM എന്ന് പറയുന്ന കേരളത്തിലെ തുണിലും തുരുമ്പിലുമുള്ള പാർട്ടി ഏറ്റവും കൂടുതൽ വലതുപക്ഷവൽക്കരിക്കപ്പെട്ടതും നയപരമായും ഏറ്റവും കൂടുതൽ ജീർണിക്കപ്പെട്ടതും ഏറ്റവും കൂടുതൽ അഴിമതിവൽക്കരിക്കപ്പെട്ടതും പിണറായി വിജയൻ പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടറിയായി വന്നതിന് ശേഷമുള്ള കാലഘട്ടമാണ്. ആ കാലഘട്ടത്തിലാണ് ആദ്യം അച്യുതാനന്ദന് കൂടെ നിന്നുകൊണ്ടും അതിനുശേഷം അച്യുതാനന്ദൻ നിന്ന് പോയ സമയം എടുത്തു നോക്കിയാലും ആ കാലഘട്ടത്തിലാണ് ഒരു കമ്മ്യൂണിസ്റ്റുകാരെന്നുള്ള നിലയിൽ എൻ്റെ പിണറായി വിജയനെതിരായിട്ടുള്ള സമരം നടക്കുന്നത്. അത് 2001 ഞാൻ അച്യുതാനന്ദനോട് ചേർന്നത്. 2001 മുതൽ 6 വരെ അച്യുതാനന്ദനോടൊപ്പം നിന്ന് പിണറായി വിജയൻ്റെ ഈ ജീർണിച്ച നയങ്ങൾക്കെതിരെ ഞാൻ പോരാടി. 2006 മുതൽ 2021 വരെ ദൈനംദിനം പിണറായി വിജയൻ്റെ ഈ ജീർണിച്ച നയത്തിനെതിരെ ഞാൻ പോരാടി. അതുകൊണ്ട് പിണറായി വിജയൻ ഈ CPM-നെ ഇല്ലാതാക്കാനും അതിനെ ജീർണിപ്പിക്കാനും അതിനെ വലതുപക്ഷവൽക്കരിക്കാനും അതിനെ കോർപ്പറേറ്റുകളുടെ ചവിട്ടടിയിൽ കൊണ്ടുപോയി വെക്കാനും അദ്ദേഹം നടത്തുന്ന നീക്കങ്ങൾക്കെതിരായിട്ടുള്ള നയപരമായിട്ടുള്ള എൻ്റെ പോരാട്ടമാണ് കഴിഞ്ഞ 20 വർഷക്കാലമായി ഞാൻ നടത്തിക്കൊണ്ടിരിക്കുന്നത് എന്നതാണ് എൻ്റെ ഉറച്ച വിശ്വാസം. ചില ഇടതുപക്ഷ സഖാക്കൾ സൈബർ സ്പേസിൽ അങ്ങേക്കെതിരായി ഒരുപാട് ആരോപണങ്ങൾ കുറിക്കാറുണ്ട്, ചില പോസ്റ്ററുകൾ വരാറുണ്ട്. ഒരു പോസ്റ്ററിൽ ഇടതുപക്ഷത്തെ പിണറായി വിജയനെ പിന്നിൽ നിന്ന് കുത്തിയ കട്ടപ്പ എന്നൊക്കെ പറഞ്ഞ് പരിഹസിക്കുന്നത് കണ്ടു. അപ്പോൾ പിണറായി വിജയനെതിരെയുള്ള യുദ്ധം പാർട്ടിക്കെതിരെ തിരിഞ്ഞു പോയില്ലേ? അല്ല, പിണറായി വിജയനെതിരെയുള്ള യുദ്ധം പാർട്ടിക്കെതിരെ തിരിഞ്ഞു പോയില്ലെന്ന് ചോദിക്കുമ്പോൾ അതിനകത്തുള്ളൊരു പ്രശ്നം, പിണറായി വിജയനും പാർട്ടിയും രണ്ടല്ല. ഇന്ന് യഥാർത്ഥത്തിൽ കേരളത്തിൽ ഒരു പാർട്ടി ഇല്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമായിട്ട് നമ്മൾ കാണുന്നത്. നമ്മളിപ്പോൾ കേരളത്തിലെ ഈ പാർട്ടിയെക്കുറിച്ച് ആലോചിച്ച് നോക്കൂ.
ഏതാണ്ട് 25,000-30,000 വരുന്ന പാർട്ടി ബ്രാഞ്ചുകൾ, അതിന് മുകളിൽ ലോക്കൽ കമ്മിറ്റികൾ, അതിന് മുകളിൽ ഏരിയ കമ്മിറ്റികൾ, അതിന് മുകളിൽ ജില്ലാ കമ്മിറ്റി, സംസ്ഥാന കമ്മിറ്റി, സംസ്ഥാന സെക്രട്ടേറിയറ്റ് എന്ന് പറയുന്ന വലിയൊരു ഒരു സംവിധാനമുള്ള ഒരു പാർട്ടിയാണ് ഈ പാർട്ടി. ഞാൻ വേറെ എപ്പോഴോ പറഞ്ഞിട്ടുള്ളതുപോലെ പിന്നെ ആദിവാസികൾ ഇടതിങ്ങിപ്പാർക്കുന്ന ഇടമലക്കുടി മുതൽ വയനാടിലെ ആദിവാസി കേന്ദ്രങ്ങൾ മുതൽ വിതുരയിലുള്ള ആദിവാസി കേന്ദ്രങ്ങൾ വരെയുള്ള കേരളത്തിൻ്റെ എല്ലാ മുക്കിലും മൂലയിലുമുള്ള ഒരു പാർട്ടി സംവിധാനമാണ് ഈ CPM-ൻ്റെ സംവിധാനം. എവിടെ ചെന്നാലും, നിങ്ങൾ ജയിലിൽ ചെന്നാൽ അവിടെ പാർട്ടിയെ കാണും, നിങ്ങൾ കോടതിയിൽ ചെന്നാൽ അവിടെ പാർട്ടിയെ കാണും, നിങ്ങൾ സർവകലാശാലയിൽ ചെന്നാൽ അവിടെ പാർട്ടിയെ കാണും, പിന്നെ എവിടെ ചെന്നാലാണ് നിങ്ങൾ പാർട്ടിയെ കാണാത്തത്, പോലീസിൽ ചെന്നാൽ നിങ്ങൾ പാർട്ടി, അത്തരത്തിൽ സമഗ്രമായിട്ടുള്ള ഒരു സാന്നിധ്യമുള്ള ഒരു 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 ഓംനി പൊട്ടൻ്റ് ആയിട്ടുള്ള ഒരു കോസ്മോപൊളിറ്റൻ പ്രസൻസ് ഉള്ള ഒരു പാർട്ടി സംവിധാനമാണ് ഈ CPM-ൻ്റെ സംവിധാനം. അതിൽ ഈ പറഞ്ഞ പോലെ ലക്ഷക്കണക്കിന് 3-3.5 ലക്ഷം പാർട്ടി മെമ്പർമാരുണ്ട്. ഏതാണ്ട് ഒരു 50 ലക്ഷത്തോളം വരുന്ന അനുഭാവികൾ ഉൾപ്പെടെ അടങ്ങുന്ന ഒരു 50 ലക്ഷത്തോളം ആളുകൾ വരുന്നതാണ്. അത്രയും പേര് സംഘടിതമായ ഒരു കേഡർ പാർട്ടിയിൽ നിൽക്കുന്ന സംഭവം കേരളത്തിനെ സംബന്ധിച്ചിടത്തോളം ചരിത്രത്തിലില്ല. ആ പാർട്ടിയിൽ താഴെ ബ്രാഞ്ച് മുതൽ സംസ്ഥാന കമ്മിറ്റി വരെ തെരഞ്ഞെടുപ്പ് നടക്കുന്നതും നമ്മൾ കണ്ടിട്ടുണ്ട്. പക്ഷേ സ്വയമൊന്ന് ആലോചിച്ച് നോക്കൂ, 2016 മുതൽ ആ പാർട്ടി ചുരുങ്ങി അതായത് 25,000 അതാണ്ട് 50 ലക്ഷത്തോളം പാർട്ടി അംഗങ്ങളും അനുഭാവികളും അടങ്ങുന്ന ആ പാർട്ടി സംവിധാനം ചുരുങ്ങി പിണറായി വിജയൻ്റെ ചെരുപ്പിനടിയിലേക്ക് ഇങ്ങനെ എഴഞ്ഞു പോകുന്നതാണ്. നമ്മളൊന്ന് വിഷ്വലൈസ് ചെയ്ത് നോക്കിയേ. ആ വലിയ സംവിധാനം അംഗസംഖ്യ കൂടിയിട്ടുണ്ട്. മെമ്പർഷിപ്പ് വിതരണം എല്ലാം കൂടിയിട്ടുണ്ട്. പക്ഷെ ആ കൂടിയതെല്ലാം തന്നെ ആ സംവിധാനം പൂർണ്ണമായും പിണറായി വിജയൻ്റെ കയ്യിലൊരു കരതലാമലകം പോലെയാണ് നിൽക്കുന്നത്. അതായത് ഉള്ളംകൈയിൽ ഒരു നെല്ലിക്ക പോലെ ഈ പാർട്ടി ഇങ്ങനെ നിൽക്കുകയാണ്. ഇന്ന് കേരളത്തിൽ പാർട്ടി എന്ന് പറയുന്ന സംവിധാനം സമം പിണറായി വിജയനാണ്. ഞാനത് പലപ്പോഴും പറഞ്ഞിട്ടുണ്ട്. ഇന്നത്തെ സംവിധാനം ഗവൺമെൻറ് എന്ന് പറയുന്നതും പിന്നെ പിണറായി വിജയനാണ്. പിണറായി വിജയനെതിരെയുള്ള ഈ പോരാട്ടത്തിൽ ഇപ്പോഴുള്ള ഈ സഖാക്കൾ, സോക്കോൾഡ് പാർട്ടി മെമ്പർമാർ അങ്ങേ ഏതെങ്കിലും വിധത്തിൽ പിന്തുണയ്ക്കുന്നുണ്ടോ? അതിൻ്റെ എന്തെങ്കിലും സൂചനകളുണ്ടോ? അല്ല, സ്വയമോട് ഞാനൊരു കാര്യം പറയാം. ഈ പാർട്ടിക്കകത്ത് ഇപ്പോൾ 2 വിഭാഗമാണുള്ളത്. അതിലൊരു വിഭാഗം എന്ന് പറയുന്നത് പിണറായി വിജയൻ്റെ അടിമകൾ. ഞാൻ സാധാരണ ഉപയോഗിക്കുന്ന ഒരു വാക്കാണ് പൃഷ്ഠം താങ്ങികൾ, ന്യായീകരണ തൊഴിലാളികൾ. അവരാണ് ഒരു വിഭാഗം. അതൊരു ചെറിയ വിഭാഗമാണ്. ഇതിലുള്ളൊരു വലിയ വിഭാഗം എന്ന് പറയുന്നത് ഇതൊരു വലിയ പാർട്ടിയായി വളരണമെന്നും ഇതൊരു ഇടതുപക്ഷ പാർട്ടിയായി നിൽക്കണമെന്നും ഇത് കേരളത്തിലെ ജനങ്ങൾക്ക് ജനോപകാരപ്രദമായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യണം എന്നും വിശ്വസിക്കുന്ന ഒരു വലിയ വിഭാഗം അണികളാണ് ഇതിനകത്തുള്ളത്. സ്വയമൊരു പക്ഷേ അത്ഭുതപ്പെട്ടേക്കാം. എനിക്കിന്നേ വരെ, ഞാനൊരു 20 വർഷമെങ്കിലും ആയല്ലോ ഈ പിണറായി വിജയനെതിരായിട്ടുള്ള ഈ സമരം ഞാൻ തുടരുന്നു. എനിക്കിന്നേ വരെ നോട്ട് ഈവൻ വൺസ് എന്ന് ഞാൻ ഇംഗ്ലീഷിൽ പറയും, ഒരു വധഭീഷണി ഒരു പാർട്ടി മെമ്പറിൻ്റെ കയ്യിൽ നിന്നും എനിക്ക് ഇതുവരെ ഉണ്ടായിട്ടില്ല. എനിക്കെന്ന് മാത്രമല്ല, എൻ്റെ ഭാര്യയെ വിളിച്ചു പോലും കണ്ണൂരിൽ നിന്ന് പോലും ഒരു പാർട്ടിയാണ് പിന്നെ നിന്നെ തട്ടിക്കളയും, നിന്നെ കൊന്നുകളയും വേണമെങ്കിൽ പറയാമല്ലോ. ഈ സെൽഫോണിൻ്റെ കാലം ഒരാൾ പോലും വിളിച്ചിട്ടില്ല. അതേസമയം 100 കണക്കിന് ആളുകൾ, കണ്ണൂരിൽ നിന്ന് പോലും 100 കണക്കിന് ആളുകൾ വിളിച്ചിട്ട് സഖാവേ ഞാൻ പാർട്ടി ഗ്രാമത്തിൽ നിന്നാണ് വിളിക്കുന്നത്, സഖാവ് പറയുന്നതിനോട് ഞാൻ യോജിക്കുന്നു എന്നുള്ള വിളികൾ 100 കണക്കിന് എനിക്ക് ലഭിച്ചിട്ടുണ്ട്. അപ്പോൾ അതിൽ നിന്നും മനസ്സിലാക്കുന്നത് ഈ പിണറായി വിജയനെ എന്ത് ചെയ്താലും, പിണറായി വിജയൻ ഇപ്പോൾ രാത്രിയാണെന്ന് പറഞ്ഞാൽ പോലും രാത്രിയാണെന്ന് പറയുന്ന കുറേ ന്യായീകരണ തൊഴിലാളികളുണ്ട്. അതിലൊരു ന്യായീകരണ തൊഴിലാളി ഫേസ്ബുക്കിൽ എഴുതിയത് നിന്നെ ഉപ്പിട്ട് കുഴിച്ചു മൂടുന്നതാണ്. അപ്പോൾ അങ്ങനെ എഴുതുന്ന ഒരു ചെറിയൊരു നെഗ്ലിജിബിൾ മൈനോറിറ്റി ഒഴിച്ചാൽ ഈ പാർട്ടി രക്ഷപ്പെടണമെന്ന് ആഗ്രഹിക്കുന്ന കേരളത്തിലെ വലിയൊരു പാർട്ടി റാങ്ക് ആൻഡ് ഫയല് അവർ ഞാൻ പറയുന്നത് 100% ശരിയാണ് എന്ന് വിശ്വസിക്കുന്നവരാണ്. എനിക്ക് ഈ പാർട്ടി റാങ്ക് ആൻഡ് ഫയലിൻ്റെ ഇടയിൽ വലിയ പിന്തുണ എനിക്ക് ലഭിക്കുന്നുണ്ട് എന്നുള്ള ഉറച്ച വിശ്വാസത്തിലാണ് ഞാൻ മുന്നോട്ട് പോകുന്നത്. ഈ പോരാട്ടത്തിന് ചില വലതുപക്ഷ പിന്തുണയൊക്കെ അങ്ങ് തേടിയേക്കാം. അപ്പോൾ നിലപാടിൽ വലിയ മാറ്റം വരുന്നില്ലേ? ഒരു വലതുപക്ഷ വ്യതിയാനം അങ്ങിൽ തന്നെ വരുന്നില്ലേ? അല്ല, എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ പറയട്ടെ, എന്നെ സംബന്ധിച്ചിടത്തോളം അടിമുടി കമ്മ്യൂണിസ്റ്റുകാരനായി ഞാൻ ഇപ്പോഴും തുടരുകയാണ്. ഒരു വലതുപക്ഷ വ്യതിയാനത്തിനും അടിപ്പെടാൻ ഞാൻ 1 ഇഞ്ച് പോലും തയ്യാറല്ല. അങ്ങനെ അടിപ്പെടുന്ന സമയമാണെങ്കിൽ ഈ പണി നിർത്തിയിട്ട് ഞാൻ പോകും. ഇപ്പോൾ സ്വയമൊന്ന് ആലോചിച്ച് നോക്കൂ. എനിക്ക് അടിസ്ഥാനപരമായി 3 മാസ്റ്റേഴ്സ് ഡിഗ്രി ഉള്ള ഒരാളാണ് ഞാൻ കൊച്ചിൻ യൂണിവേഴ്സിറ്റിയിൽ നിന്ന് MSc ഇൻഡസ്ട്രിയൽ ഫിഷറീസ് ഫസ്റ്റ് ക്ലാസ്സിൽ പാസ്സായ ആളാണ്. ഫിഷറീസ് ആയിരുന്നു. ജവഹർലാൽ നെഹ്റു യൂണിവേഴ്സിറ്റിയിൽ നിന്ന് MPhil അപ്ലൈഡ് എക്കണോമിക്സിൽ ഓൾ ഇന്ത്യ സെലക്ഷനിൽ എനിക്ക് 85-ൽ അഡ്മിഷൻ കിട്ടിയതാണ്. അവിടെ നിന്ന് ഞാൻ ഫസ്റ്റ് ക്ലാസ്സിൽ പാസ്സായതാണ്. 57-ാമത്തെ വയസ്സിൽ ഞാൻ സർക്കാർ ലോ കോളേജിൽ നിന്ന്, ലോ അക്കാഡമിയിൽ നിന്നല്ല, ലോ കോളേജിൽ നിന്ന്
ഈവനിങ് കോഴ്സിൽ ഞാൻ പഠിച്ച് ഞാൻ ഫസ്റ്റ് ക്ലാസ് മേടിച്ച ആളാണ്. എനിക്ക് സ്വാഭാവികമായും വടക്കേ ഇന്ത്യയിലൊക്കെ പോയിരുന്നുവെങ്കിൽ സാമാന്യം നല്ല ജോലി, ഞാൻ ഏത് സർവകലാശാലയിൽ പോയിരുന്നെങ്കിലും ഏറ്റവും ചുരുങ്ങിയത് ഒരു പ്രൊഫസറായി ഞാൻ അവിടെ ജോലി ചെയ്യുമായിരുന്നു. അതിനുള്ള പ്രസിദ്ധീകരണങ്ങൾ എനിക്കുണ്ട്, ഗവേഷണ പ്രസിദ്ധീകരണങ്ങൾ എനിക്കുണ്ട്. ഇക്കണോമിക് ആൻഡ് പൊളിറ്റിക്കൽ വീക്ക്ലി എന്ന് പറയുന്ന 3 ലോക രാജ്യങ്ങളിൽ തന്നെയുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ജേണലുണ്ട്. അതിൽ 6 ലേഖനങ്ങളുള്ള ആളാണ് ഞാൻ. മലയാളത്തിൽ എനിക്ക് പുസ്തകങ്ങളുണ്ട്, ഇംഗ്ലീഷിൽ പുസ്തകങ്ങളുണ്ട്, ഇതെല്ലാം ഉള്ള ഒരാളാണ് ഞാൻ. അപ്പോൾ സ്വാഭാവികമായും എനിക്ക് ഒരു ജോലി തേടി പോയിരുന്നെങ്കിൽ ഏറ്റവും ചുരുങ്ങിയത് ഞാനിന്നൊരു 1-2 ലക്ഷം രൂപ ശമ്പളം മേടിക്കുന്ന ഒരു പ്രൊഫസറായിരുന്നു. ഞാനത് പോകാതെ ഞാൻ ഈ പൊതുപ്രവർത്തന രംഗത്ത് ഞാൻ നിൽക്കുകയാണ്. സ്വാഭാവികമായും സ്വയം അറിയാമല്ലോ, 2006 എന്നെ പാർട്ടി പുറത്താക്കിയത്. ആ 2006 പുറത്താക്കിയപ്പോൾ 2021 2006 ശേഷം 15 വർഷമായി. ഈ 15 വർഷക്കാലത്തിനിടയിൽ എപ്പോഴെങ്കിലും എനിക്കൊരു വലതുപക്ഷ വ്യതിയാനം വന്നിരുന്നുവെങ്കിൽ എനിക്ക് സ്വാഭാവികമായി ഏറ്റവും ചുരുങ്ങിയത് എനിക്കൊരു MLA എങ്കിലും ആകാൻ കഴിയുമായിരുന്നു. എല്ലാ വലതുപക്ഷ പാർട്ടികളിലും എനിക്ക് സുഹൃത്തുക്കളുണ്ട്. എനിക്ക് കോൺഗ്രസിൽ സുഹൃത്തുക്കളുണ്ട്, RSPയിൽ സുഹൃത്തുക്കളുണ്ട്, എല്ലാ പാർട്ടിയിലും എനിക്ക് സുഹൃത്തുക്കളുണ്ട്. എന്നെ കഴിവംഗീകരിക്കുന്ന ഒരുപാട് ആളുകളുണ്ട്. അവരാരെങ്കിലും എന്നെ എന്തെങ്കിലും ഒരു അധികാര സ്ഥാനത്തേക്ക് കൊണ്ടുവരുമായിരുന്നു. ആ അധികാര സ്ഥാനത്തേക്ക് ഒന്നും കൊണ്ടുവരാതെ ജീവിത നിർദ്ധാരണം പോലും ബുദ്ധിമുട്ട്, ലൈവ്ലിഹുഡ് പോലും, ഞാനതിൻ്റെ വിശദാംശങ്ങളെ ഞാൻ പറയുന്നില്ല, ജീവിക്കാൻ പോലും ബുദ്ധിമുട്ടിക്കൊണ്ട് ഈ 60 വയസ്സിലും ഇത്രയും വിദ്യാഭ്യാസ യോഗ്യതയൊക്കെ ഉണ്ടായിട്ടും ജീവിക്കാൻ ബുദ്ധിമുട്ട് ഉണ്ടായിട്ട് പോലും ഞാൻ ഈ സമര പോരാട്ട രംഗത്ത് ഉറച്ചു നിൽക്കുന്നത് ഞാനിപ്പോഴും ഒരു അടിമുടി കമ്മ്യൂണിസ്റ്റാണ് എന്നുള്ളത് കൊണ്ടും എന്നിൽ വലതുപക്ഷ വ്യതിയാനത്തിൻ്റെ 1% പോലും എന്നിൽ പ്രതിഫലിക്കുന്നില്ല എന്നുള്ളത് കൊണ്ടുമാണ്. അങ്ങനെ എന്തെങ്കിലും പ്രതിഫലിക്കുകയാണെങ്കിൽ അന്ന് ഈ പണി നിർത്തി ഞാൻ വേറെ പോകും എന്നുള്ള കാര്യത്തിൽ ഒരു തർക്കവും എനിക്കില്ല. അങ്ങ് ചില എതിരാളികളെ നിരന്തരം വേട്ടയാടുന്നു, ഒരു ഇടവേള പോലും അവർക്ക് കൊടുക്കാതെ. അപ്പോൾ സ്വാഭാവികമായും അതിനെ നിരീക്ഷിക്കുന്നവർക്ക് ഒരുപാട് പകയുള്ള ഒരു വ്യക്തിയാണോ എന്ന് ചിന്തിക്കാം. എന്താണ് അങ്ങനെ ആളുകളെ വേട്ടയാടുന്നത്? അല്ല, ഞാൻ ഒരുപാട് പേർക്കെതിരെ പോർമുഖങ്ങൾ തുറന്നിട്ടുണ്ട്. അതിൽ രാഷ്ട്രീയക്കാരുണ്ട്, അതിൽ പോലീസ് ഉദ്യോഗസ്ഥന്മാരുണ്ട്, അതിൽ നിക്ഷിപ്ത താല്പര്യക്കാരായിട്ടുള്ള മാഫിയകളുണ്ട്. അങ്ങനെ പല മേഖലകളിലുള്ളവർക്കെതിരെയും ഞാൻ പോരാട്ടങ്ങൾ നടത്താറുണ്ട്. പാറമടയുമായി ബന്ധപ്പെട്ട ആളുകളുണ്ട്. അപ്പോൾ പല നിക്ഷിപ്ത താല്പര്യക്കാർക്കെതിരെയും ഞാൻ നിരന്തരമായി പോർമുഖങ്ങൾ ഞാൻ ഉയർത്താറുണ്ട്. ആ പോർമുഖങ്ങൾ ഉയർത്തുമ്പോഴൊന്നും ഒരിക്കലും ഇവർക്കാർക്കും എതിരെ വ്യക്തിപരമായി ഒരു നിലപാട് ഞാൻ എടുത്ത് മുന്നോട്ട് പോയിട്ടുണ്ട് എന്ന് ഒരാൾക്കും ആരോപണം ഉന്നയിക്കാൻ പറ്റില്ല എന്നുള്ളത്. അപ്പോൾ ഞാൻ ഉദാഹരണത്തിന് ഞാൻ പറയട്ടെ. ഇപ്പോൾ പോലീസ് ഉദ്യോഗസ്ഥന്മാർ, ഉന്നതരായിട്ടുള്ള 2 പോലീസ് ഉദ്യോഗസ്ഥന്മാർക്കെതിരെ നിരന്തരമായി ഞാൻ എൻ്റെ പോരാട്ടം തുടർന്നു പോകുന്നുണ്ട്. അതിലൊന്ന് ടോമിൻ തച്ചങ്കരിയാണ്, ഒന്ന് S. ശ്രീജിത്ത് എന്ന് പറയുന്ന ഒരു പോലീസ് ഉദ്യോഗസ്ഥനാണ്. അവർക്കെതിരെ 2 പേർക്കെതിരെയും വസ്തുനിഷ്ഠമായിട്ടുള്ള തെളിവുകളുടെ ഇടയിൽ അടിസ്ഥാനത്തിൽ വളരെ സബ്സ്റ്റാൻറ്റീവായിട്ടാണ് ഞാൻ എൻ്റെ പോരാട്ടങ്ങളുമായി മുന്നോട്ട് കൊണ്ടുപോകുന്നത്. ഈ 2 പേർക്കെതിരെയും ഞാൻ പോരാട്ടം ആരംഭിച്ചിട്ട് ഏതാണ്ട് ഒരു 15 വർഷക്കാലം തുടർന്നു. എനിക്കത് 2005 മറ്റോ ആണ് ഞാൻ ഇവർക്ക് 2 പേർക്കെതിരെയും എൻ്റെ സമരങ്ങൾ ആരംഭിക്കുന്നത്. ഈ 2 പേർക്കെതിരെ സമരങ്ങൾ ആരംഭിച്ചിട്ടും ഇപ്പോൾ 15 വർഷം കഴിഞ്ഞു. ആ 15 വർഷം കഴിഞ്ഞിട്ടും ഈ 2 പേരും എനിക്കെതിരെ ഒരു വക്കീൽ നോട്ടീസ് പോലും അയച്ചിട്ടില്ല. അതിൽ ശ്രീജിത്ത് എന്ന് പറഞ്ഞ പോലീസ് ഉദ്യോഗസ്ഥൻ 2012 എനിക്കെതിരെ ഒരു വക്കീൽ നോട്ടീസ് അയച്ചു. ആ വക്കീൽ നോട്ടീസിന് ഞാൻ കാര്യകാരണ സഹിതം മറുപടി അയച്ചു. ആ മറുപടി അയച്ചതിന് ശേഷം ഈ S. ശ്രീജിത്ത് എന്ന് പറഞ്ഞ പോലീസ് ഉദ്യോഗസ്ഥൻ കഴിഞ്ഞ 8 വർഷക്കാലമായിട്ട് എനിക്കെതിരെ കേസേ കൊടുത്തിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇത്തരം നിശ്ചിത താല്പര്യക്കാർക്കെതിരെ ഞാൻ പോരാടുന്നത് വസ്തുനിഷ്ഠമായി അവർ ചെയ്യുന്ന തെറ്റുകൾ പരിപൂർണമായി ബോധ്യപ്പെട്ട് അതിൻ്റെ തെളിവുകളുടെ അടിസ്ഥാനത്തിലാണ്. ഒന്നുകൂടെ, രാഷ്ട്രീയ നേതാക്കന്മാർക്കെതിരെ, അപ്പോൾ പിണറായി വിജയനെതിരെയൊക്കെ ഒരുപാട് കാര്യങ്ങൾ ഞാൻ പറഞ്ഞിട്ടുണ്ട്. ആ പറഞ്ഞതെല്ലാം തന്നെ വസ്തുനിഷ്ഠമായിട്ടുള്ള തെളിവുകളുടെ അടിസ്ഥാനത്തിൽ യാഥാർത്ഥ്യബോധത്തോടു കൂടിയാണ് എന്നുള്ളത് കൊണ്ടാണ് പിണറായി വിജയൻ്റെ ഭാഗത്തുനിന്നും എനിക്കൊരു വക്കീൽ നോട്ടീസോ കേസോ ഇതുവരെ ഉണ്ടായിട്ടില്ല. ഒന്ന്. അവസാനമായി എനിക്ക് പറയാനുള്ളത്, ഞാൻ 2006 മുതൽ കഴിഞ്ഞ 15 വർഷമായി നടത്തിക്കൊണ്ടിരിക്കുന്ന സമര പോരാട്ടങ്ങളുണ്ട്. ഈ സമര പോരാട്ടങ്ങൾക്ക് ഇടയ്ക്ക് എനിക്ക് ആകെപ്പാടെ ലഭിച്ചിട്ടുള്ളത് 2 വക്കീൽ നോട്ടീസുകളാണ്. ആ 2 വക്കീൽ നോട്ടീസുകൾക്കും ഞാൻ വിശദമായി മറുപടി കൊടുത്തു. ഒരു കേസും എനിക്കെതിരെ വന്നിട്ടില്ല. ഇപ്പോൾ പ്രതിപക്ഷം എന്ന് പറഞ്ഞ യൂട്യൂബ് ചാനലുണ്ട്. ആ യൂട്യൂബ് ചാനലിൽ 100 വീഡിയോകളാണ് ഞാൻ ഇതിനകം ചെയ്തിട്ടുള്ളത്. ആ 100 വീഡിയോകൾ ചെയ്തിട്ടും എനിക്കെതിരെ ഒരു കേസും ഉണ്ടായിട്ടില്ല. അതുകൊണ്ട് പൊതുവിൽ എനിക്ക് പറയാനുള്ളത്, വ്യക്തിപരമായിട്ടുള്ള പക എന്ന് പറയുന്നത് എന്നെ സംബന്ധിച്ചിടത്തോളം ഇല്ല. പക്ഷേ നിക്ഷിപ്ത താല്പര്യക്കാർക്കെതിരെ നിരന്തരമായിട്ടുള്ള പോരാട്ടം നടത്തുക എന്നുള്ളത് എൻ്റെ ഒരു മുഖമുദ്രയാണ്. അതാണ് ഞാൻ തുടർന്നുകൊണ്ടിരിക്കുന്നത്. അതിനെ ഒരുപക്ഷെ പക എന്നൊക്കെ തെറ്റിദ്ധരിച്ച് ആളുകൾക്ക് പറയാനുള്ള സ്വാതന്ത്ര്യമുണ്ട്. അതവർ ചെയ്തു കൊള്ളട്ടെ എന്നാണ് എനിക്ക് പറയാനുള്ളത്. ഈ ശക്തികൾ ഒരുമിച്ച് ചേർന്നാലോ ഒരു പൊതു എതിരാളിക്കെതിരെ? അല്ല സുഹൈമാനെ, അത് ഞാൻ പറഞ്ഞല്ലോ, ഒരുപാട്
അപകട സാധ്യതകൾ എന്നെ തുറിച്ചു നോക്കുന്നുണ്ട് എന്നുള്ളത് എനിക്ക് വ്യക്തമായി അറിയാം. സോയ്മോൻ ചോദിച്ച ഈ ചോദ്യം എന്നോട് പലരും ചോദിച്ചിട്ടുള്ളതാണ്. എല്ലാവരും കൂടി ചേർന്നിട്ട് ആരെങ്കിലും ഒരാൾ എന്നൊക്കെ പറഞ്ഞിട്ട് എന്നോട് ചോദിച്ചിട്ടുള്ളതാണ്. വേർ ഇംഗ്ലീഷിൽ പറഞ്ഞാൽ വേർ ഏഞ്ചൽസ് ഫിയർ ടു ട്രെഡ് എന്ന് പറഞ്ഞിട്ടൊരു ഉപയോഗമുണ്ട്. എന്ന് പറഞ്ഞതുപോലെ ഒരു അപകട നിലയിലാണ് ഞാൻ മുന്നോട്ട് പോകുന്നത് എന്നുള്ളത് സംബന്ധിച്ച് എനിക്ക് പൂർണ്ണമായ ബോധ്യമുണ്ട്. പക്ഷേ ആ അപകട നിലയിൽ ഞാൻ പോകുമ്പോഴും എനിക്ക് ഉള്ള ലക്ഷക്കണക്കിന് ആളുകളുടെ പിന്തുണ, അവരുടെ കയ്യിൽ അധികാരമുണ്ടാവില്ല, അവരുടെ കയ്യിൽ പോലീസ് ഉണ്ടാവില്ല, തോക്കുണ്ടാവില്ല, ലാത്തി ഉണ്ടാവില്ല, വടിവാള്, കത്തി, ഇതൊന്നും അവരുടെ കയ്യിൽ ഉണ്ടാവില്ല. പക്ഷേ അതൊന്നുമില്ലാത്ത സാധാരണക്കാരായിട്ടുള്ള ലക്ഷക്കണക്കിന് ആളുകളുടെ സമ്പൂർണമായിട്ടുള്ള പിന്തുണ എനിക്കുണ്ട്. ആ പിന്തുണയാണ് എൻ്റെ ഊർജം. ആ പിന്തുണ ഓരോ ദിവസവും 10 മടങ്ങ് വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണെന്നുള്ള സൂചനയാണ് എനിക്ക് ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് അപകടമായിട്ടുള്ള ഒരു സാഹചര്യത്തിലൂടെയാണ് ഞാൻ പോകുന്നതെങ്കിലും ആ നിക്ഷിപ്ത താല്പര്യക്കാർക്കൊന്നും എന്നെ ഒരു ചുക്കും ചെയ്യാൻ കഴിയാത്ത നിലയിലുള്ള ലക്ഷക്കണക്കിന് ആളുകളുടെ പിന്തുണ എനിക്കുണ്ട് എന്നുള്ളതാണ് എൻ്റെ ഏറ്റവും വലിയ ശക്തിയും ഊർജവും എന്ന് വിശ്വസിക്കുന്ന ഒരു പൊതുപ്രവർത്തകനാണ് ഞാൻ. ഭയമുണ്ടോ അങ്ങേക്ക്? സോയ്മോനെ, ഭയം എന്ന് പറയുന്നത് ഒരിക്കലും എന്നെ നയിച്ചിട്ടില്ല എന്ന് ഞാൻ പറയട്ടെ. കാരണം ഭയമുണ്ടായിരുന്നുവെങ്കിൽ എനിക്കിതൊന്നും ചെയ്യാൻ ആയിരുന്നില്ല. കാരണം ഭയപ്പെടുത്തുന്ന ഒരു സംവിധാനമാണ് ഇവിടുത്തെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി. CPM എന്തിനാണ് നിരന്തരം കൊല്ലുന്നത്? CPM നിരന്തരം കൊല്ലുന്നത് മനഃപൂർവ്വമാണ്. ജനങ്ങളുടെ ഇടയിൽ മരണഭീഷണി ഉണ്ടാക്കുക എന്നുള്ളതാണ് CPM ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ടാണ് CPMനെതിരായിട്ട് എതിർപ്പുകൾ ശക്തമായി ഉയർന്നു വരാത്തത്. കാരണം എതിർപ്പുകൾ ശക്തമായി ഉയർന്നു വന്നാൽ കൊന്നുകളയും. ഇപ്പം നിങ്ങൾ നോക്കൂ, CPMൻ്റെ അണികളെ നിങ്ങൾ നോക്കൂ. കൈയും വെട്ടും കാലും വെട്ടും, കൈയും കൊത്തും കാലും കൊത്തും, പച്ചക്കൊടിയിൽ പൊതിഞ്ഞു കെട്ടും എന്ന് പറയുന്നു. ചിലർ പറയുന്നു KT ജയകൃഷ്ണനെ കൊന്ന പോലെ കൊന്നു എന്ന് പറയുന്നു. ചിലർ പറയുന്നു തല പൂക്കുറ്റി ചിതറുന്ന പോലെ ചിതറുമെന്ന് പറയുന്നു. ഇതൊക്കെ തന്നെ സംഘടിതമായി CPM പറയിപ്പിക്കുന്നതാണ്. എന്തിനാണ് പറയിപ്പിക്കുന്നത്? എതിർത്താൽ കൊന്നു കളയും. ഇതവർ മനഃപൂർവ്വമായിട്ടാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് ആ സാഹചര്യത്തിൽ ഭയമുണ്ടായിരുന്നുവെങ്കിൽ ഒരു കാരണവശാലും എനിക്ക് ഇതുപോലെ മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയുമായിരുന്നില്ല. ഭയം എന്നെ ബാധിക്കുന്നതേയില്ല. പക്ഷേ എന്നെ ഭയം ബാധിക്കുന്നില്ല എങ്കിലും എൻ്റെ അഭ്യുദയകാംക്ഷികൾ, ബന്ധുക്കൾ, അവരെയൊക്കെ ഭയം ബാധിക്കുന്നതിൻ്റെ ചില പരിമിതികൾ എനിക്കുണ്ട്. പക്ഷേ അതെല്ലാം കടന്ന് മുന്നോട്ട് പോകാൻ കഴിയുമെന്നും വിജയിക്കാൻ കഴിയുമെന്നും എന്നുള്ളത് തന്നെയാണ് എൻ്റെ ഉറച്ച വിശ്വാസം. അച്യുതാനന്ദൻ്റെ കൂടെ നിന്ന് ഞാൻ നേടിയ ഐതിഹാസികമായൊരു വിജയമുണ്ട്. ആ വിജയമാണ് എനിക്ക് ശക്തമായി മുന്നോട്ട് പോകാൻ ഊർജം തരുന്നത് എന്ന് തന്നെ വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. ഇവിടെ എനിക്കൊരു സംശയമുണ്ട്. അങ്ങ് ചുറ്റും ശത്രുക്കളുടെ ഇടയിൽ നിന്ന് ശത്രുക്കൾക്കെതിരെ പൊരുതിയ ഒരു പശ്ചാത്തലം, ചരിത്രം. എന്തുകൊണ്ടാണ് പിന്നെ ഇനി പിണറായി വിജയന് ഭരണത്തുടർച്ച ഉണ്ടായാൽ എൻ്റെ ജീവന് അപകടമുണ്ട് എന്ന് പറയാൻ കാരണം? അപകടമുണ്ടാവും എന്നുള്ള ഏതെങ്കിലും ഒരു പശ്ചാത്തലം ഉണ്ടായിരുന്നെങ്കിൽ ഇതിനകമാകാമായിരുന്നല്ലോ. അല്ല, അത് സ്വാഭാവികമാണ്. ആ ചോദ്യം സ്വാഭാവികമായൊരു ചോദ്യമാണ്. പക്ഷേ ഇനിയൊരു ഭരണത്തുടർച്ച ഉണ്ടായാൽ സ്വാഭാവികമായും പിണറായി വിജയന് ആരെയും നോക്കേണ്ടതില്ല, ഒന്നും നോക്കേണ്ടതില്ല. അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. ഒരു ഭരണ തുടർച്ചയുണ്ടാവും. ഞാൻ 5 വർഷം കൂടി ഇരിക്കാൻ പോവുക, ഒരു ചുക്കും ഇവിടെ സംഭവിക്കാൻ പോകുന്നില്ല. ഇപ്പം എന്തെങ്കിലും ചെയ്താൽ ഒരുപക്ഷെ അത് ഭരണ തുടർച്ചയെ ബാധിക്കുമെന്നുള്ളൊരു ഭയം ഉണ്ടാവും. പിന്നെ എനിക്കെതിരെ ഇവർ വാളെടുക്കുമെന്ന് ഉറച്ചു വിശ്വസിക്കാനുള്ള ഒരു പ്രധാനപ്പെട്ട കാരണം എന്ന് പറയുന്നത്, ഈ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കും ഈ പിണറായി വിജയനും ഓരോ ദിവസവും വസ്തുനിഷ്ഠമായി ഗൗരവതരമായി അവരുടെ നിലനിൽപ്പിനെ ബാധിക്കുന്ന നിലയിലുള്ള പ്രചരണം നടത്തുന്ന ഒരാൾ ഞാനാണ് എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അത് തലക്കനമാണ് എന്ന് ദയവ് ഇത് ചിന്തിക്കരുത്. പക്ഷേ ഓരോ ദിവസവും പിണറായി വിജയനെതിരെയും CPMൻ്റെ തെറ്റായ നയങ്ങൾക്കെതിരെയും ഞാൻ എടുക്കുന്നത് പോലെയുള്ള ശക്തവും ഈ പറഞ്ഞ പോലെ ഇംഗ്ലീഷിൽ അഗ്രസീവുമായിട്ടുള്ള നിലപാട് ഇന്ന് കേരളത്തിൽ ആരും എടുക്കുന്നില്ല എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. അതുകൊണ്ട് തന്നെ ആണ് CPMൻ്റെ ഒരു നോട്ടപ്പുള്ളി ആയിരിക്കും എന്ന് ഞാൻ ഉറച്ചു വിശ്വസിക്കുന്നത്. അതിൻ്റെ ഒരു ചെറിയ പ്രതിഫലനമാണ് എന്നെ 8 ദിവസം ഒരു കാരണവുമില്ലാതെ ജയിലിലിട്ടത്. അതുകൊണ്ട് തന്നെ ഇനിയൊരു തുടർഭരണമുണ്ടായാൽ എൻ്റെ ജീവിതം അപകടത്തിലാകും എന്ന് ഞാൻ പറയുന്നത് വസ്തുനിഷ്ഠമായും യാഥാർത്ഥ്യ ബോധത്തോടു കൂടിയുമാണ് എന്നാണ് എനിക്ക് സൂചിപ്പിക്കാനുള്ളത്.
ജനൻ എന്തുകൊണ്ടാണ് അങ്ങയെ തേടി ഇത്തരം വസ്തുതകളുമായി എത്തുന്നത്? ധാരാളം എക്സ്ക്ലൂസീവായിട്ടുള്ള അഴിമതികളെക്കുറിച്ചായാലും സ്വജനപക്ഷപാതത്തെക്കുറിച്ചായാലും ഉൾപാർട്ടി പോരിനെക്കുറിച്ചായാലും ഒക്കെ അങ്ങ് വിശദമായി ഓരോ ദിവസവും പല വാർത്തകളും അങ്ങ് പുറത്തു കൊണ്ടുവരുന്നു. ഇവിടെ എത്രയോ പത്രമാധ്യമങ്ങളുണ്ട്, ചാനലുകളുണ്ട്. എന്തുകൊണ്ട് അത്തരം മാധ്യമങ്ങളൊന്നും ഇപ്പോൾ ഈ വാർത്തകൾ പുറത്തേക്ക് വിടുന്നില്ല? സോമന, ഞാനൊരു അനുഭവം പറയാം. എൻ്റെ സുഹൃത്ത് ആയിട്ടുള്ളൊരു പ്രമുഖ മാധ്യമ പ്രവർത്തകൻ കഴിഞ്ഞ ദിവസം കോഴിക്കോട് വെച്ച് എന്നെ കണ്ടപ്പോൾ എന്നോടൊരു പ്രധാനപ്പെട്ട കാര്യം പറഞ്ഞു. എന്നോടൊന്ന് ഷാജഹാൻ, സാധാരണഗതിയിൽ ഗവൺമെൻറ്റിനെതിരെ ഇതുപോലുള്ള അഴിമതികളൊക്കെ കൊണ്ടുവരിക എന്നുള്ളത് പത്രങ്ങളുടെ ജോലിയായിരുന്നു. പത്രങ്ങൾ പിന്നെ ദൃശ്യമാധ്യമങ്ങളൊക്കെ അതാത് കാലത്തെ ഗവൺമെൻറ്റുകൾക്കെതിരെ എത്ര ശക്തമായിട്ടുള്ള തെളിവുകളും കുംഭകോണങ്ങളും അഴിമതികളും ഒക്കെ കൊണ്ടുവന്നിരിക്കുന്നു ഒന്ന് ആലോചിച്ച് നോക്കിയെന്ന് പറഞ്ഞു. എന്നിട്ട് അദ്ദേഹം എന്നോട് ചോദിച്ചു, കഴിഞ്ഞ 5 വർഷക്കാലത്തിനിടയിൽ ഇവിടെ നിലനിൽക്കുന്ന ഗവൺമെൻറ്റിൻ്റെ നിലനിൽപ്പ് അപകടത്തിലാക്കത്തക്ക വിധത്തിൽ എന്തെങ്കിലും ഒരു ഗൗരവതരത്തിലുള്ള അഴിമതി ആരോപണം കഴിഞ്ഞ 5 വർഷക്കാലത്തിനുള്ളിൽ ഏതെങ്കിലും പത്രമോ അല്ലെങ്കിൽ ദൃശ്യമാധ്യമങ്ങളോ കൊണ്ടുവന്നോ? വളരെ പ്രസക്തമായിട്ടുള്ളൊരു ചോദ്യമാണ് ആ ചോദ്യം. അതിൻ്റെ അർത്ഥമെന്ന് പറയുന്നത് പത്രമാധ്യമങ്ങളെല്ലാം തന്നെ വലിയ തോതിൽ കോംപ്രമൈസ്ഡ് ആയിക്കൊണ്ടിരിക്കുകയാണ്. രാഷ്ട്രീയ രംഗത്തും അത് തന്നെയാണ് കാണിക്കുന്നത്. വിശ്വാസ്യത എന്ന് പറഞ്ഞാൽ ക്രെഡിബിലിറ്റി കോഷ്യൻ്റ് എന്നാണ് നമ്മൾ പറയുന്നത്. ആ ക്രെഡിബിലിറ്റി കോഷ്യൻ്റ് വല്ലാതെ കുറഞ്ഞിരിക്കുന്നു. ഇപ്പോൾ തന്നെ നമ്മളൊന്ന് ആലോചിച്ച് നോക്കിയേ, CPM എങ്ങനെയാണ് ഇത്രയും മാഫിയവൽക്കരിക്കപ്പെട്ടത്? CPM 5 വർഷക്കാലം അഴിമതി നടത്തും. അത് കഴിഞ്ഞ് UDF വരുമ്പോൾ UDF അത് തൊടില്ല. പിന്നീട് 5 വർഷക്കാലം അഴിമതി നടത്തും. അത് കഴിഞ്ഞ് UDF വരുമ്പോൾ UDF അത് തൊടില്ല. അപ്പോൾ സ്വാഭാവികമായും CPM നടത്തുന്ന ഈ അഴിമതികളെ ചെറുക്കാനുള്ള ശക്തിയായി UDF വരുമ്പോൾ ആ UDF അതിനകത്ത് നടത്തുന്ന ഒത്തുതീർപ്പുകളാണ് യഥാർത്ഥത്തിൽ CPMന് ഇത്രയും മാഫിയവൽക്കരിക്കപ്പെട്ടത്. നമ്മളിപ്പോൾ ആലോചിക്കുക, സ്വർണ്ണക്കള്ളക്കടത്ത് തന്നെ രാമമൂർത്തി എന്ന് പറഞ്ഞ ഒരു ബിസാറായിട്ടുള്ള ഒരു ഉദ്യോഗസ്ഥൻ ഈ സ്വർണ്ണക്കള്ളക്കടത്ത് നടന്നത് പിടിച്ചില്ലായിരുന്നെങ്കിൽ 100 കണക്കിന് കോടി രൂപയുടെ കള്ളക്കടത്ത് വീണ്ടും ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയല്ലായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ മാധ്യമങ്ങളുടെ ഇടയിലും രാഷ്ട്രീയ പാർട്ടികളുടെ ഇടയിലുമൊക്കെ ക്രെഡിബിലിറ്റി കോഷ്യൻ്റ് കുറഞ്ഞു പോയിക്കൊണ്ടിരിക്കുന്ന സാഹചര്യത്തിൽ ഞാനെന്ന് പറയുന്ന ഒരു സാധാരണ വ്യക്തി വിഷയങ്ങൾ എടുത്തു കഴിഞ്ഞാൽ ആ വിഷയങ്ങളുമായി അതിൻ്റെ അവസാനം വരെ മുന്നോട്ട് പോകും എന്നൊരു ധാരണ പൊതുജനങ്ങളുടെ ഇടയിൽ ഉണ്ടായിട്ടുള്ളത് കൊണ്ടാണ് പൊതുജനങ്ങൾ എനിക്ക് ഇതുപോലെയുള്ള അഴിമതികൾ, ഇനിയും ഞാൻ പുറത്തു കൊണ്ടുവരാത്ത പല അഴിമതികളും പലരും എനിക്ക് അയച്ചു തന്നുകൊണ്ടിരിക്കുകയാണ്. അതെല്ലാം തന്നെ പൊതുപ്രവർത്തനം എന്നുള്ള നിലയിൽ എനിക്കുള്ള ഉയർന്ന നിലവാരത്തിലുള്ള വിശ്വാസ്യത കൊണ്ടാണ് എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അതിന് സമാന്തരമായി അപ്പുറത്ത് മാധ്യമങ്ങളും രാഷ്ട്രീയ പാർട്ടികളും അവരുടെ ക്രെഡിബിലിറ്റി കോഷ്യൻ്റ് വല്ലാതെ തകർന്നു എന്നുള്ളതും ഇതിനോടൊപ്പം നമ്മൾ ചേർത്ത് വായിക്കേണ്ടതാണ്. ഈ പോരാട്ടത്തിൻ്റെ ലക്ഷ്യം എന്താണ്? പിണറായി വിജയൻ എന്ന നേതാവിനെ ആ സ്ഥാനത്ത് നിന്ന് പാടെ മാറ്റി നിർത്തുക, അല്ലെങ്കിൽ പിണറായി വിജയനെ അധികാരത്തിൽ നിന്ന് നിഷ്കാസിതനാക്കുക, അതല്ല പാർട്ടിയെ രക്ഷിച്ചെടുക്കുക, എന്താണ് ഉദ്ദേശം? അല്ല, പിണറായി വിജയൻ എന്ന് പറഞ്ഞൊരു വ്യക്തിയല്ല എന്നുള്ളത് ഞാൻ നേരത്തെ സൂചിപ്പിച്ചു. പിണറായി വിജയൻ എന്ന് പറഞ്ഞ വ്യക്തി എപ്പിറ്റോമൈസ് ചെയ്യുന്നത്, സിംബലൈസ് ചെയ്യുന്നത് എന്താണ്? ഇവിടുത്തെ പാർട്ടിയും ഇവിടുത്തെ ഗവൺമെൻറ്റുമാണ്. സ്വാഭാവികമായും പിണറായി വിജയൻ എന്ന് പറഞ്ഞൊരു വ്യക്തി ഇവിടുത്തെ പാർട്ടിയെയും ഇവിടുത്തെ ഗവൺമെൻറ്റിനെയും അതിൻ്റെ ജീർണതയുടെ പടുകുഴിയിലേക്ക് കൊണ്ടുവന്ന് ചാടിച്ചിരിക്കുകയാണ്. സ്വാഭാവികമായും ഒരു കമ്മ്യൂണിസ്റ്റുകാരൻ എന്നുള്ള നിലയിലും ഒരു പൊതുപ്രവർത്തകൻ എന്നുള്ള നിലയിലും എൻ്റെ ഹ്രസ്വകാല ലക്ഷ്യം എന്ന് പറയുന്നത് പിണറായി വിജയൻ്റെ നേതൃത്വത്തിലുള്ള ഈ ഗവൺമെൻറ്റിൽ നിന്നും ഈ സംസ്ഥാനത്തെ ലിബറേറ്റ് ചെയ്യിക്കുക എന്നുള്ളതാണ്, മുക്തമാക്കുക എന്നുള്ളതാണ്. അതാണ് ഇമ്മീഡിയറ്റ് ആയിട്ടുള്ള ഹ്രസ്വകാല ലക്ഷ്യം. അതിനൊരു അടവ് നയം എന്ന് വേണമെങ്കിൽ പറയാം. പക്ഷേ പിണറായി വിജയൻ്റെ നേതൃത്വത്തിലുള്ള ഈ ഗവൺമെൻറ് പോയി UDFൻ്റെ നേതൃത്വത്തിലുള്ള ഒരു ഗവൺമെൻറ് വന്ന് ആ ഗവൺമെൻറ്റും ഇതുപോലെ തന്നെ അഴിമതിയും സ്വജനപക്ഷപാതവും ഒക്കെ നടത്തുന്ന ഒരു സാഹചര്യം ഉണ്ടാകാനും പാടില്ല. പക്ഷെ അതിനു മുമ്പ് എനിക്ക് പറയാനുള്ള ഒരു കാര്യം എന്ന് പറയുന്നത്, ഈ ഗവൺമെൻറ് പോയി വേറൊരു ഗവൺമെൻറ് വന്നാൽ ഒരു പക്ഷേ പെടലിക്ക് മേളിൽ തലയുണ്ടാകും എന്നെനിക്ക് വേണമെങ്കിൽ പ്രതീക്ഷിക്കാം. കാരണം അപ്പോഴും പെടലിക്ക് മുകളിൽ നിന്ന് തല ഇവർക്ക് കളയാൻ കഴിഞ്ഞേക്കാം. പക്ഷേ UDF ഗവൺമെൻറ് വന്നാൽ ഏറ്റവും ചുരുങ്ങിയത് ജയിലിൽ എന്നെ പിടിച്ചിടില്ല എന്നെങ്കിലും എനിക്ക് ഉറപ്പുവരുത്താം. കഴിഞ്ഞ തവണ UDF ഗവൺമെൻറ് ഉണ്ടായിരുന്നപ്പോൾ എനിക്ക് ഒരു പോലീസ് ഉദ്യോഗസ്ഥനെ സെക്യൂരിറ്റി ആയിട്ട് തരികയും ചെയ്തതാണ്. അപ്പോൾ അതുകൊണ്ട് അടുത്ത ഗവൺമെൻറ് LDFൻ്റെതല്ലെങ്കിൽ തൽക്കാലം ജീവിച്ചിരിക്കാമെന്നെങ്കിലും എനിക്ക് ഉറപ്പുവരുത്താം. പക്ഷേ അതോടൊപ്പം തന്നെ ഹ്രസ്വകാല ലക്ഷ്യം LDF ഗവൺമെൻറ്റിന്, ഈ പിണറായി നേതൃത്വത്തിലുള്ള LDF ഗവൺമെൻറ് പോവുക എന്നുള്ളതാണ്.
ഈ പാർട്ടിയുടെ നേതൃത്വത്തിൽ നിന്ന് പിണറായി വിജയൻ മാറിയാൽ ഈ പാർട്ടി നന്നാവാനുള്ള ഒരു സാധ്യതയും നമുക്ക് തള്ളിക്കളയാൻ കഴിയില്ല. രണ്ടാമത്തെ പ്രധാനപ്പെട്ട പ്രശ്നമാണ് ഈ എക്ക് പകരം ബി എന്ന് പറഞ്ഞൊരു UDF ഗവൺമെൻറ് വരികയും എ ചെയ്യുന്നത് മുഴുവൻ ബി ചെയ്യും എന്ന് വരുന്നതും അപകടമാണ്. അതുകൊണ്ട് LDF ഗവൺമെൻറ്റിനെ ലിബറേറ്റ് ചെയ്യുക, LDF ഗവൺമെൻറ്റിൽ നിന്ന് ജനങ്ങളെ മുക്തരാക്കിയെടുക്കുക എന്നുള്ളതും UDF ഗവൺമെൻറ്റിനെ തിരുത്തുക എന്നുള്ളതും, UDF ഗവൺമെൻറ് വന്നാൽ ആ സമയത്ത് ഒരു തിരുത്തൽ ശക്തിയായി പ്രവർത്തിക്കുക എന്നുള്ളത്. അതുകൊണ്ട് LDF ഗവൺമെൻറ് പോവുക, UDF ഗവൺമെൻറ്റിന് മുന്നിൽ ഒരു തിരുത്തൽ ശക്തിയായി നിലകൊള്ളാൻ ശ്രമിക്കുക. ഇതാണ് ഒരു പൊതുപ്രവർത്തകൻ എന്നുള്ള നിലയിൽ എൻ്റെ ഒരു ഹ്രസ്വകാല ദീർഘകാല പ്രസക്തി എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അതിൽ ശ്രദ്ധേയമായ ഒരു കാര്യമുണ്ട്. അപ്പോൾ UDF സർക്കാർ അധികാരത്തിൽ വന്നാലും ഇതേ പോരാട്ടം തുടരും, ഇതേ തിരുത്തൽ ശക്തിയായി അങ്ങിവിടെ ഉണ്ടാവും. അതിന് യാതൊരു സംശയവുമില്ല ജോമനെ. കാരണം 2001-2006 കാലഘട്ടത്തിൽ അച്യുതാനന്ദൻ്റെ കൂടുന്ന സമരം മുഴുവൻ UDF ഗവൺമെൻറ്റിനെതിരായിട്ടായിരുന്നു, ഉമ്മൻചാണ്ടിക്കെതിരായിട്ടായിരുന്നു. ഞാൻ ഉമ്മൻചാണ്ടി എന്ന് പറയുന്ന നേതാവിനോട് ഞാൻ തന്നെ പറഞ്ഞിട്ട്, സാറേ 47 സീറ്റിൽ സാറിനെ ഒതുക്കുന്നതിൽ വലിയൊരു പങ്ക് ഞാനാണ് വഹിച്ചത് എന്ന് ഉമ്മൻചാണ്ടിയോട് സാറിനോട് ഞാൻ നേരിട്ട് പറഞ്ഞിട്ടുണ്ട്. പക്ഷേ ഇന്ന് പിന്നെ അവരുമായിട്ടൊക്കെ നല്ല സുഹൃത്ത് ബന്ധത്തിലാണ് ഞാൻ. പക്ഷേ അതുകൊണ്ടൊന്നും അവർ വന്നാൽ ഈ പറഞ്ഞ പോലെ തീർത്തും സുതാര്യമായ, തീർത്തും അഴിമതി വിരുദ്ധമായ നയങ്ങളുടെ അടിസ്ഥാനത്തിൽ പ്രവർത്തിക്കുന്ന ഒരു ഗവൺമെൻറ് ഉണ്ടാകുമോ എന്നുള്ളൊരു ഉറപ്പ് എന്നെ സംബന്ധിച്ചിടത്തോളം ഇല്ല എന്ന് പറയുന്നതിൽ എനിക്ക് മടിയില്ല. കാരണം ഇതുവരെ അങ്ങനെ അല്ലായിരുന്നു, നാളെ അങ്ങനെ ആകാൻ പാടില്ല എന്നും അതിനർത്ഥമില്ല. പക്ഷേ പോരാട്ടം തുടരാതെ നിവൃത്തി ഉണ്ടാവില്ല. കാരണം നിക്ഷിപ്ത താല്പര്യങ്ങൾ UDFൻ്റെ മുകളിലും സ്വാധീനം ചെലുത്തും. ആ നിക്ഷിപ്ത താല്പര്യക്കാർക്കെതിരായി പോരാടിക്കൊണ്ട് ഒരു തിരുത്തൽ ശക്തിയായി UDF ഗവൺമെൻറ് വരുമ്പോഴും തുടരുക എന്നുള്ളതാണ് അതിൻ്റെ അർത്ഥം. സോയിമൻ നേരത്തെ പറഞ്ഞതുപോലെ പോരാട്ടം നിരന്തരം ഇടതടവില്ലാതെ തുടരുക തന്നെ വേണ്ടി വരും എന്നാണ് എൻ്റെ വിശ്വാസം. നേരത്തെ പറഞ്ഞതിൽ ഒരു കൂടുതൽ വിശദീകരണത്തിന്, പിണറായി വിജയൻ ഒന്ന് മാറി നിന്ന് വിജയരാഘവനോ ഇനി EP ജയരാജനോ ഒക്കെ പാർട്ടി സെക്രട്ടറിയായി, ഇപ്പോൾ വിജയരാഘവനുണ്ട് എങ്കിലും മുഖ്യമന്ത്രി സ്ഥാനത്തേക്കോ പാർട്ടി സെക്രട്ടറി സ്ഥാനത്തേക്കോ ഇത്തരം കഥാപാത്രങ്ങൾ വന്നാൽ അങ്ങ് അവരെ പ്രശംസിക്കുമോ, അവരോടൊപ്പം നിൽക്കുമോ, അവരിൽ പ്രതീക്ഷ അർപ്പിക്കുമോ? അല്ല സോമനെ, ഞാൻ പറയട്ടെ. അതായത് പിണറായി വിജയൻ പോവുക എന്നുള്ളത് അനിവാര്യമായിട്ടുള്ള ഒരു കാര്യമാണ്. അല്ല, അദ്ദേഹത്തിന് സ്വയം തിരുത്താൻ വേണമെങ്കിൽ ഇനി അല്ല, അദ്ദേഹത്തിന് ഇനി തിരുത്തൽ സാധ്യമാണ് എന്ന് ഞാൻ വിശ്വസിക്കുന്നത്. കാരണം അത് ബിയോണ്ട് റിഡംഷൻ എന്നുള്ളതാണ്. അദ്ദേഹത്തിന് തിരുത്താമായിരുന്നെങ്കിൽ അദ്ദേഹത്തിന് ഇതിനു മുമ്പ് തിരുത്താമായിരുന്നല്ലോ. അദ്ദേഹം ഇപ്പം ചിരിച്ചു തുടങ്ങി. അല്ല, അതെന്തുകൊണ്ടാണെന്ന് വെച്ചാൽ അത് ഇലക്ഷൻ വരെ ചിരിക്കുകയുള്ളൂ. ഇലക്ഷൻ കഴിയുമ്പം ചിരിക്കില്ല. അത് നമുക്ക് കൃത്യമായിട്ട് അറിയാം. അപ്പോൾ പിണറായി വിജയൻ മാറുക എന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. പക്ഷേ പിണറായി വിജയൻ മാറുമ്പോൾ എല്ലാം ഭദ്രമായി തുടരും CPMൽ എന്ന് നമ്മൾ ധരിക്കരുത്. പിണറായി വിജയൻ മാറുമ്പോൾ സ്വാഭാവികമായും CPMനകത്ത് ഒരു പർജ ഉണ്ടാവാനുള്ള സാധ്യത നമ്മൾ തള്ളിക്കളയരുത്. എന്ന് പറഞ്ഞാൽ പിണറായി വിജയൻ മാറിയാൽ നാളെ എല്ലാം ഭദ്രമാകും എന്നൊന്നും ഞാൻ പറയുന്നില്ല. കാരണം എന്താ വെച്ചാൽ പിണറായി വിജയൻ മാറിയിട്ടും അതിന് പകരം EP ജയരാജനോ അല്ലെങ്കിൽ A വിജയരാഘവനോ വരുന്നെങ്കിൽ യാതൊരു കാര്യവുമില്ല. പക്ഷേ പിണറായി വിജയൻ ഒരു തെരഞ്ഞെടുപ്പിലൂടെ പിണറായി വിജയൻ നിഷ്കാസിതനായാൽ ഒരു പക്ഷേ ഈ പാർട്ടിയിൽ ഒരു എന്താണ് പർജ എന്നുള്ളതിൻ്റെ ഇംഗ്ലീഷ് എനിക്കറിയില്ല. പർജ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വലിയൊരു ഒരു ചേണി, ഒരു ഇളക്കി മറിച്ചൽ, അടിയിൽ നിന്നുള്ളൊരു ഇളക്കി മറിച്ചൽ ഉണ്ടാവാനുള്ള സാധ്യത ഒരുപക്ഷെ ഉണ്ടായേക്കാം എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. അങ്ങനെ വന്നാൽ ഈ പാർട്ടി ചിലപ്പം പർജ എന്ന് പറഞ്ഞാൽ ശുദ്ധീകരണം എന്നാണ് അതിൻ്റെ അർത്ഥം. അതുകൊണ്ട് പിണറായി വിജയൻ പോകുമ്പോൾ സ്വാഭാവികമായി പിണറായി വിജയൻ മാത്രമായിരിക്കില്ല, പിണറായി വിജയനോടൊപ്പം നിൽക്കുന്ന കുറേ മാലിന്യങ്ങളുണ്ട്. EP ജയരാജൻ, ഈ പറഞ്ഞതുപോലെ ഈ A വിജയരാഘവൻ, ഇതുപോലെയുള്ള കുറേ മാലിന്യങ്ങളുണ്ട്. അതൊക്കെ തന്നെ ഒഴുകി പോവുകയും ഒരുപക്ഷെ നാളെ CPMനകത്ത് ഒരു ശുദ്ധീകരണം നടന്നുകൂടായികയും ഇല്ല എന്ന് വിശ്വസിക്കാനാണ് എനിക്ക് ഇഷ്ടം. പോരാട്ടം തുടരുക തന്നെ ചെയ്യും. ശക്തമാണ് വാക്കുകൾ, കൃത്യമാണ് നിരീക്ഷണങ്ങൾ. വളരെ നന്ദി ശ്രീ KM ഷാജഹാൻ.